സി എ ജേണി അതൊരു വളരെ വലിയൊരു കടമ്പയാണ്. അത് ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ഉദ്ദേശിക്കുന്നത്. ഹായ്, മൈ നെയിം ഈസ് അനുവിന്ദ്. ഐ എം എ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വർക്കിംഗ് വിത്ത് വൺ ഓഫ് ദ ബിഗ് ഫോഴ്സ് ഇൻ ദ കൺസൾട്ടിംഗ് ഡൊമൈൻ. ഓക്കെ, ഈ വീഡിയോയുടെ പർപ്പസ് സി എയുടെ സ്റ്റഡി സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് അതൊന്നും പറഞ്ഞില്ലല്ല. സി എ പോയിട്ട് കോഴ്സ് എന്നെപ്പോലെ ഒരു ആവറേജ് വ്യക്തി എങ്ങനെ പാസ്സായെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുമൂലം ചില ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കിട്ടി എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ലൈഫിൽ ചെയ്യാൻ തോന്നുന്നെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഫീലിംഗ്, എ ഗ്രേറ്റ് ഹാപ്പിനെസ് ഫോർ മീ. സോ ഞാൻ എൻ്റെ സി എ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ കുറച്ച് റിവൈൻഡ് അടിക്കാം, കുറച്ച് ബാക്കിലേക്ക് പോകാം. എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അതിന് മുന്നേ എന്തായിരുന്നുള്ളത് ഞാൻ പറയാം. ഞാൻ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, വളരെ ആവറേജ്. 10th സ്റ്റാൻഡേർഡിലും 12th വലിയ മാർക്ക് മേടിക്കാതെ വളരെ ബിലോ ആവറേജ് മാർക്ക് മേടിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. ആക്ച്വലി 12th ഞാൻ എക്കണോമിക്സ് സബ്ജക്റ്റിന് ജസ്റ്റ് പാസ്സായിരുന്നു. കറക്റ്റ് 40 മാർക്സ് മേടിച്ചിട്ടാണ് ഞാനത് പാസ്സാവുന്നത്. അതുപോലെ 10th ഞാൻ മാത്സിന് പൊട്ടും എന്ന് വിചാരിച്ചിരുന്നിട്ട് എന്തോ ഭാഗ്യത്തിന് കഷ്ടപ്പെട്ട് പാസ്സായതാണ്. അങ്ങനെ വളരെ മിനിമം എല്ലാവരും ഫുൾ A+ മേടിച്ച് പാസ്സായ സമയത്ത് എനിക്ക് 5-6 A+ഉം ഒരു ബിയും കുറച്ച് B+ ഒക്കെ ആയിട്ടാണ് ഞാനത് പാസ്സായത്. അതിനുമുന്നേ 9th സ്റ്റാൻഡേർഡിൽ ഞാൻ മാത്സിന് ഫെയിലായിരുന്നു. മാത്സിന് ഫെയിലായിട്ട് റീടെസ്റ്റ് എഴുതിയിട്ടാണ് എന്നെ 9th സ്റ്റാൻഡേർഡിലെ ഫൈനൽ എക്സാംസ് അവർ പാസ്സാക്കിച്ചത്. അപ്പോൾ അത്രത്തോളം ഒരു ഒരു സ്ട്രഗിളിങ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ ഇന്ത്യയിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് എങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നുള്ള ഇറ്റ്സ് മിറാക്കിൾ. ഇപ്പം ഞാൻ സിയുടെ ഇൻ്റർ പാസ്സായ സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അനുവിന്ദ് അത് പാസ്സാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് ഫാക്റ്റാണ്. ഞാൻ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇൻ്റർമീഡിയറ്റ് പാസ്സായി കിട്ടുമെന്ന്. അതുപോലെ തന്നെ എന്നെ അറിയാവുന്ന ആരും ഞാൻ സി എ ക്വാളിഫൈഡ് ആവാൻ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് എന്ന് ബേസിക്കലി വിചാരിച്ചിരുന്നില്ല, എക്സെപ്റ്റ് മൈ ഫാമിലി. അപ്പം റീസൺ വേറൊന്നുമല്ല, എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി ആ രീതിയിലായിരുന്നു. വളരെ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് ഒന്നും ഞാൻ എൻ്റെ അക്കാഡമിക്സിൽ അതിന് മുന്നേ എക്സിബിറ്റ് ചെയ്തിട്ടില്ല. ഒരു ആവറേജ് ലെവൽ ബ്രില്യൻസ് മാത്രമേ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എന്നോട് സ്ട്രഗിൾ ചെയ്തൊരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. ഞാൻ 10th ക്ലാസ് ചെയ്തിട്ട് കൊമേഴ്സ് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ പിന്നെ മാത്സ് പഠിക്കണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്താണ്. കാര്യം കൊമേഴ്സിലേക്ക് വലിയ മാത്സ് ഒന്നുമില്ല, കുറച്ച് അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ കെമിസ്ട്രി എനിക്ക് ഒട്ടും വഴങ്ങാത്തൊരു സബ്ജക്റ്റായിരുന്നു. അപ്പം സയൻസിനോടുള്ള ഒരു പേടി മൂലമാണ് ഞാൻ ബേസിക്കലി കൊമേഴ്സ് എടുത്തത്. അതായത് കൊമേഴ്സിനോടുള്ള ലവ് കൊണ്ടല്ല. അങ്ങനെ +1 +2 കൊമേഴ്സ് എടുത്തിട്ടും അതിനും വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു. അതും 70% ആ ഒരു റേഞ്ചിൽ മേടിച്ചിട്ടാണ് ഞാൻ പാസ്സാവുന്നത് +2. അപ്പം അതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഡിഗ്രി അഡ്മിഷൻ പോലും കിട്ടിയത്. അപ്പം യൂഷ്വലി എല്ലാവരും 12th കഴിയുമ്പോഴത്തേക്കും ദേ വിൽ മൂവ് ടു CA. CPT എഴുതി എൻട്രൻസ് എഴുതി പോകും. കാര്യം ഇറ്റ് വിൽ എഫക്റ്റീവ്ലി സേവ് ദം ലൈക്ക് 3 years ഓഫ് ദെയർ ലൈഫ്. ഡിഗ്രി ചെയ്ത് വെറുതെ സമയങ്ങളിൽ എന്തിനാണ് ഡയറക്റ്റ് CAക്ക് പൊക്കൂടെ എന്നുള്ള രീതിയിൽ. ബട്ട് എനിക്ക് എൻ്റെ ഒരു വിദൂര സ്വപ്നത്തിൽ പോലും ഞാൻ CA ചെയ്യും എന്നൊരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ എൻ്റെ മനസ്സിലില്ല. അപ്പം എൻ്റെ മനസ്സിൽ BCom ചെയ്യാം, MBA ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് സർവൈവ് ചെയ്ത് പോകുന്നുള്ള സ്കീമിലായിരുന്നു മനസ്സുണ്ടായിരുന്നത്. പക്ഷേ BCom എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വരാറാവുന്ന സമയത്ത് എവിടുന്നോ CA എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന് കയറി. അങ്ങനെ എന്തോ ഒരു ഡെസ്റ്റിനി പോലായിരുന്നു അത്. കാര്യം ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ എല്ലാവരും പറഞ്ഞൊരു കോഴ്സായിരുന്നു CA. ഈവൻ എൻ്റെ പേരൻസ് ആണെങ്കിൽ എന്നെ നിർബന്ധിക്കുമായിരുന്നു, നിനക്ക് CA ട്രൈ ചെയ്തൂടെ, അത് ഇൻ്ററെങ്കിലും പാസ്സായാൽ നല്ല സ്കോപ്പാണ്, നീ ഫൈനൽ വരെ പോകണം, നീ ജസ്റ്റ് ഇൻ്റർ പാസ്സാവുക, അതിൻ്റെ പേരിൽ നിന്ന് ജോലി കിട്ടിയിട്ട് അത് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാം, ഇൻ്റർ പാസ്സായാലും നല്ല ജോലി കിട്ടും. ബട്ട് അപ്പം ഞാൻ കട്ട് ആൻഡ് റൈറ്റായിട്ട് പറഞ്ഞിട്ടുള്ള എനിക്ക് ഒരിക്കലും CA ഒക്കത്തില്ല, ഞാൻ എന്ത് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ CA എടുക്കത്തില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. പക്ഷേ ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു. ഡിഗ്രി എക്സാം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തിനുള്ളിലാണ് ഞാൻ CAക്ക് പോവാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. എന്തുകൊണ്ടാണ് ഡിസിഷൻ എടുത്തതെന്നുള്ളതിലേക്ക് ഞാൻ വരാം. ഞാൻ ആ ഒരു 10 ദിവസത്തിനുള്ളിൽ CA കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിൾ ചെയ്തു, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ക്വാളിഫൈങ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാം. ദ സീക്രട്ട് എന്നുള്ളതാണ് ഞാൻ യൂസ് ചെയ്ത വാക്ക്. എന്ന് വെച്ചാൽ CA പാസ്സാവുന്ന എന്തോ വലിയ രഹസ്യം അറിയാവുന്ന ആൾക്കാരാണ്, എന്തൊക്കെയോ വലിയ സ്കില്ലുള്ള ആൾക്കാരാണെന്നുള്ളൊരു ധാരണയാണ് ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ ചെന്നെത്തിയത് റോണ്ട ബൈനിൻ്റെ ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൻ്റെ ഒരു ബ്ലോഗിലേക്കാണ്. വിച്ച് മീൻസ് അങ്ങനെ ബുക്ക് ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് അതിനകത്ത് ഒരാൾ ഇട്ടിരുന്ന ഒരു പോസ്റ്റ്, അയാൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ CA പാസ്സായി എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. അപ്പം അതെനിക്കൊരു പുതിയ കോൺസെപ്റ്റ് ആണ്. എന്താണ് മാനിഫെസ്റ്റേഷൻ, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ. അത് വായിച്ചപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ലൈക്ക് എ കംപ്ലീറ്റ് അബ്സേർഡ് കോൺസെപ്റ്റ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് എവിടെയൊക്കെ കൺവിൻസിങ് ആയിട്ട് തോന്നി.
അപ്പം CA പാസ്സാവാൻ ഒരാൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ചു, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചു, കൂടെ അയാൾ ഹാർഡ് വർക്ക് ചെയ്തു അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പിന്നെ അതിനെപ്പറ്റി കുറേ മനസ്സിലാക്കി, കുറേ മനസ്സിലാക്കിയപ്പോഴത്തേക്കിന് കോൺഫിഡൻസ് കിട്ടി. ഓക്കെ, നമുക്ക് CA പോലുള്ള എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് അക്കാഡമിക് ലെവൽ നോളജ് മാത്രം പോരാ, കുറച്ച് സ്പിരിച്വൽ അല്ലെങ്കിൽ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന കാര്യങ്ങളും കൂടെ അത് ഉൾക്കൊള്ളിക്കണം. അപ്പം ഞാനത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റി. മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ്. അതിൻ്റെ കൂടെ തന്നെ CA സിലബസ് ഞാനെടുത്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് എക്സ്ട്രീംലി ടഫാണ്, എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചുള്ള മാത്സ് അതിനകത്തില്ല. ഞാൻ ഉദ്ദേശിച്ചുള്ള കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സംഭവങ്ങൾ അതിനകത്തില്ല. പൊതുവെ എല്ലാവരുടെ ധാരണ CA പഠിക്കണമെങ്കിൽ മാത്സിൻ്റെ അങ്ങേയറ്റം ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കേട്ടിരിക്കുന്ന മൊത്തം അങ്ങനെ ആയിരുന്നു ലൈഫ് ത്രൂ ഔട്ട്. ഞാൻ പിന്നെ അതിനെപ്പറ്റി സ്വയം റിസർച്ച് നടത്തുകയും യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴും മനസ്സിലായതും അതിനകത്ത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ്. കൂടുതലും തിയറിറ്റിക്കൽ സംഭവമാണുള്ളത്. തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്സിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് CA ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. CA ജോയിൻ ചെയ്തിട്ട് CA ജേർണി ഇറ്റ് വാസ് ലൈക്ക് എ റോളർ കോസ്റ്റർ റൈഡ്. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കുറേ മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഫൈനലി പാസ്സായത്. ഡെയിലി 15 മണിക്കൂർ 14 മണിക്കൂർ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് എ റുട്ടീൻ. അത്രയും നേരം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് അതൊരു റുട്ടീൻ്റെ ഭാഗമായിട്ട് പറയും. അത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ള രീതിയിൽ പഠിച്ച് അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് ആണ് ഞാൻ CA പാസ്സായത്. പക്ഷേ എനിക്ക് നല്ല രീതിക്ക് ഫാമിലി സപ്പോർട്ട് ശരിക്കും ഉണ്ടായിരുന്നു. ആ ഫാമിലി സപ്പോർട്ടാണ് CA പാസ്സാവാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ. അതുപോലെ എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടി CA ജോയിൻ ചെയ്തതിന് ശേഷം. എൻ്റെ ആർട്ടിക്കൽഷിപ്പ് പീരീഡിലും അല്ലാതെയൊക്കെ ആയിട്ട് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടായിരുന്നു ഞാൻ ആർട്ടിക്കൽഷിപ്പ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അവരെന്നെ അൺകണ്ടീഷണലി ഹെൽപ്പ് ചെയ്തു. ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാൻ ഉള്ളൊരു കോൺസെൻട്രേഷൻ എനിക്കില്ല. ഇപ്പം ഒരു പ്രോപ്പർ ക്ലാസ് റൂം സെറ്റപ്പിൽ ടീച്ചർ പറയുന്ന കാര്യം പക്ക ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സുകൾ പോയിട്ടില്ല. CA ഞാൻ കംപ്ലീറ്റ് സെൽഫ് സ്റ്റഡിയിലാണ് ചെയ്തത്. എക്സെപ്റ്റ് SFM എന്ന് പറയുന്ന ഒരു പേപ്പർ, അത് കുറച്ച് മാത്തമാറ്റിക്കലാണ്. അത് അറിയാവുന്ന ആൾ പറഞ്ഞിട്ടാണ്. അത് എന്നെ സുഹൃത്തുക്കൾ പഠിപ്പിച്ചു. ഞാൻ ചെറിയൊരു ക്ലാസ്സിന് പോയി. ബട്ട് മെയിൻലി എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ആ പേപ്പർ പാസ്സാവുന്നത്. ബാക്കി എൻ്റെ അക്കൗണ്ട്സും ലോയും ഓഡിറ്റും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചപ്പോൾ തന്നെ കുറച്ച് എക്സ്ട്രാ ടൈം എടുത്തു. കാരണം എനിക്ക് ക്ലാസ് റൂമിൽ പോയിരുന്നു പഠിച്ച് എനിക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ നന്നായിട്ട് അറിയായിരുന്നു. സോ ഞാൻ എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തൊരു പീരീഡായിരുന്നു CA. എൻ്റെ പേഴ്സണൽ വീക്ക്നെസ് ആൻഡ് പേഴ്സണൽ സ്ട്രെങ്ത്. സോ ഞാൻ എൻ്റെ വീക്ക്നെസ്സിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള മെഡിറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക പുറത്തുനിന്നുള്ള ഹെൽപ്പ് എടുക്കുക, എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് പഠിക്കാനുള്ള ഹെൽപ്പ് എടുക്കുക, ടിപ്സ് എടുക്കുക. അതുപോലെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു ആ വീക്ക്നെസ് ഓവർകം ചെയ്യാനായിട്ട്. എൻ്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഒറ്റയ്ക്കിരുന്ന് മനസ്സിലാക്കാനും ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനും ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു കൺസെപ്റ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ വേറൊരാൾ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണെങ്കിൽ മെയിൻലി വേറൊരാൾ പറഞ്ഞു തരാതെ തന്നെ അത് എത്ര കോംപ്ലക്സ് ആണെങ്കിലും സ്വയം മനസ്സിലാക്കാനുള്ള സ്ട്രെങ്ത് എനിക്കുണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അത് ഉപയോഗിച്ച് ഞാൻ ബാക്കി സബ്ജക്റ്റ് സെൽഫ് സ്റ്റഡി ചെയ്തു. ഇങ്ങനെ കുറേ നാളത്തെ ഒരു അപ്പ് ആൻഡ് ഡൗൺ റോളർ കോസ്റ്റർ റൈഡിൽ കൂടെ അവസാനം ഞാൻ CA ക്വാളിഫൈഡ് ആയി. സോ എൻഡ് ഓഫ് ദി ഡേ വെൻ ഐ ലുക്ക് ബാക്ക്, എന്നെ ഈ CA ജേർണി സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സ്: മെയിൻ ഫാമിലി, സുഹൃത്തുക്കൾ, മൈ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ, ഈ മാനിഫെസ്റ്റേഷൻ, അതിനെപ്പറ്റിയിട്ടുള്ള കൺസെപ്റ്റ്, അതിനെപ്പറ്റിയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ്, അതിൻ്റെ കൂടെ തന്നെ ഹാർഡ് വർക്ക്. എക്സ്ട്രീംലി ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഡെയിലി ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ച് പാസ്സായൊരു കോഴ്സാണ് CA. അത് ഒട്ടും ഈസി ആയിട്ടല്ല ഞാൻ പാസ്സായത്. ഡെയിലി 14 മണിക്കൂർ 15 മണിക്കൂർ പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് ഉറക്കം ഉളച്ചിരുന്ന് പട്ടിണി കിടന്ന് പഠിച്ചിട്ടാണ് ഞാൻ അവസാനം കാര്യം ഫുഡ് കഴിക്കാനുള്ള സമയം പോലും സേവ് ചെയ്തിട്ടാണ് എക്സാമിന് മുന്നേയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് പാസ്സായ കോഴ്സാണ് CA. ബട്ട് മോർ ദാൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മോർ ദാൻ ഹാർഡ് വർക്ക്, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ നമ്മളെ പറ്റിയുള്ള ഒരു സെൽഫ് അവെയർനെസ്, നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റിയുള്ള അവെയർനെസ്, ഇതെല്ലാമാണ് എന്നെ CA ജേർണി പാസ്സാവാൻ അല്ലെങ്കിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ടഫായിട്ടുള്ള എക്സാം ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. എന്നെ മാത്രമല്ല ഏതൊരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയൊക്കെയുള്ള കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, കുറേ ആൻസിലറി ഫാക്ടേഴ്സ് ആണ് നമ്മളെ ഒരു CA പോലെ ടഫ് എക്സാം പാസ്സാവാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ വരും വീക്സിൽ ഐ വിൽ ട്രൈ ടു ഡു മോർ വീഡിയോസ് ഓൺ മൈ CA ജേർണി. എൻ്റെ ജോബ് ഹണ്ടിങ് എങ്ങനെയായിരുന്നു, എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, ഈ വകയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു, ബൈ.